ഇതേ സാധനത്തിന് ഒരാളുടെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. ആൾക്ക് നേരെ ഇങ്ങനെ കടത്തി വിടുക, അയാളുടെ മാനസികമായ അവസ്ഥയെ ദുർബലപ്പെടുത്തുക, പിന്നെ എപ്പോഴും തല ചൊറിയുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് തലയ്ക്കകത്തൊരു വണ്ട് കിടന്ന് കറങ്ങുന്ന പോലെ. ഒരു ഓഫീസിൽ പ്രശ്നമാണെന്നറിയാം, അവർ എന്ത് തന്നെ ചെയ്തിട്ടും ക്ലിയർ ആകും. പക്ഷെ അവർ ക്ലീനായിട്ട് ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ആർമണി കോൺക്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യന്ത്രം വയ്ക്കാൻ വേണ്ടി പോയി ഞാൻ കണ്ട സംഭവം വെള്ളത്തിനകത്ത് സംഭവം കയറ്റി വെച്ചിരിക്കുക. വെള്ളത്തിന് പാല് തിരിച്ചെടുക്കുന്ന ഹംസങ്ങൾ നമ്മളുള്ളത്. കേരളത്തിനെ പറ്റി പുറം രാജ്യങ്ങൾക്ക് ഒരു പേടിയുണ്ട്. പേടിയുണ്ട്. ഒരുപാട് സ്ഥലത്ത് പേടിച്ചാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം ബ്ലാക്ക് മാജിക്കിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ നേരത്തെ ഒരു കോൺവെർസേഷനിൽ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് പരാമർശിച്ചായിരുന്നു. അപ്പോൾ ബ്ലാക്ക് മാജിക് എന്താണെന്ന് ഏകദേശം അറിയാം. അതിനോടൊപ്പം ഞാൻ കേൾക്കുന്നൊരു വാക്കാണ് വൈറ്റ് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്ലാക്ക് മാജിക്കിൻ്റെ പഴയ കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്ന ഒരു വിധമാണ് വൈറ്റ് മാജിക് എന്ന പേര്. വേറൊന്നുമല്ല, വൈറ്റ് മാജിക് എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഒരിടത്ത്. പക്ഷേ ഇത് ഉപയോഗിച്ചിരുന്ന പല നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ക്യാൻസറസ് ആയുള്ള തലയ്ക്കകത്തുള്ള കോശങ്ങൾ തിന്നു തീർക്കാൻ വേണ്ടിയിട്ട് ചില ഇത് പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ ഈ സാധനം അകത്ത് പോയിട്ട് ആ പർട്ടിക്കുലർ കോശത്തിനെ നശിപ്പിച്ച് ക്യാൻസറിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇതേ സാധനത്തിന് ഒരാളുടെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. ആൾക്ക് നേരെ ഇങ്ങനെ കടത്തി വിടുക, അയാളുടെ മാനസികമായ അവസ്ഥയെ ദുർബലപ്പെടുത്തുക, പിന്നെ എപ്പോഴും തല ചൊറിയുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് തലയ്ക്കകത്തൊരു വണ്ട് കിടന്ന് കറങ്ങുന്ന പോലെ ഉണ്ടാവും. എന്ത് ടോട്ടൽ ഔട്ട്. അതുകൊണ്ട് ഈ വൈറ്റ് മാജിക് എപ്പോഴാണ് ഇതിൽ വർക്കൗട്ട് ആവുന്നത്? വൈറ്റ് മാജിക് ഇപ്പോൾ പഴയ കാലത്തേ ഉള്ളൂ, ഇപ്പോഴില്ല. ഇവിടെ അറിയുന്ന ആൾക്കാരില്ല. അങ്ങേക്ക് ഇതറിയാവോ? ഇത് നമ്മളൊരു ചാനലിൽ പറയേണ്ട കാര്യമല്ല. എന്നാലും നമുക്കൊരു അറിയാനുള്ള ജിജ്ഞാസയാണ്. അപ്പം അങ്ങനെ ഒരു ക്യാൻസർ തിന്നുന്ന സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഈ സാധാരണ ഒടി വയ്ക്കുക. അപ്പോൾ ഈ മലബാര സമ്പ്രദായത്തിലാണ് കൂടുതൽ അത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുകൾ നടക്കുന്നത്. കാര്യം ബിസിനസ് തകർക്കണം, റിലേഷൻഷിപ്പ് തകർക്കുക, പിന്നെ ഒരു അങ്ങനെ രീതിയിലൊക്കെ ചെന്ന് ഒടി വയ്ക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒടി വയ്ക്കുമ്പോൾ നമുക്ക് അതിനൊരു അവരെ തിരിച്ചടിക്കാതെ നമുക്കൊന്ന് രക്ഷപ്പെട്ടു പോകണമല്ലോ. ബ്ലാക്ക് മാജിക് റിമൂവൽ എന്ന് പറഞ്ഞ വലിയൊരു സംഭവമുണ്ട്. ദൈവാധീനം കൊണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ദൈവാധീനം എനിക്ക് കിട്ടുക. നമ്മളെ സ്പെഷ്യലിസ്റ്റും കൂടെ പണയം പറയാം. മലേഷ്യ, സിംഗപ്പൂർ രാജ്യങ്ങളൊക്കെ ഇന്തോനേഷ്യയിലൊക്കെ ഒരുപാട് ബ്ലാക്ക് മാജിക് വെക്കാറുണ്ട്. അപ്പോൾ ദൈവാധീനം കൊണ്ട് നമ്മൾ ഒരുപാട് വിളിക്കുന്നത് അത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എടുത്ത് മാറ്റാൻ വെച്ചാൽ നമ്മൾ ഡോസിയർ ഉപയോഗിച്ചിട്ട് പല സ്ഥലങ്ങളിലും ഒരു മെഷീനുകളുണ്ട്, ഒരു ഇതാണ്. അത് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഈ സ്ഥലത്ത് എനർജി ലെവൽ വേരിയേഷൻ ഉണ്ടോ, ഒരാളുടെ ശരീരത്തിനകത്ത് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തതുണ്ടോ. അത് പലപ്പോഴും അനുഭവവേദ്യമായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഓഫീസിൽ പ്രശ്നമാണെന്നറിയാം, അവർ എന്ത് തന്നെ ചെയ്തിട്ടും ക്ലിയർ ആകുന്നില്ല. അവസാനം നോക്കിയപ്പോഴത്തേക്കും അവരുടെ പാൻട്രിയിൽ, വലിയ ഓഫീസാണ്, പാൻട്രിയിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ചെവരിൽ വന്നിട്ട് ചെറിയ പോർഷനിൽ പെയിൻറ്റ് മാറിക്കിടക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എവിടെ പ്രശ്നമുണ്ട്, എവിടെയാണെന്ന് ഒരു ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. അവസാനം സ്ക്രൂ ഡ്രൈവർ എടുത്ത് ആ പോർഷൻ എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ചെവര് ക്ലീനായിട്ട് ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഈ നമ്മുടെ കേരള ആചാരപ്രകാരമാണോ എനിക്കറിയില്ല, നൂലൊക്കെ ചുറ്റിയിട്ട് മഞ്ഞ തുണിയിൽ രക്തം ചുറ്റിയത്, ആണി, അക്ഷതം, നൂലൊക്കെ ചുറ്റി വെച്ച് ചെവരിലകത്ത് വെച്ചിട്ട് ഈ ഡ്രില്ല് ചെയ്ത കുറച്ച് തിരിച്ച് വെച്ചിട്ടുണ്ട്. ദേ സപ്പോസ് ടു പെയിൻറ്റ് ഇൻ 3 days. പെയിൻറ്റ് ചെയ്താൽ പിന്നെ ലൈഫിൽ അറിയാൻ പറ്റില്ല. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് തന്നെ ഒരു ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാമി ഒന്ന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ അവർ കോൺക്രീറ്റ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും എനിക്കെന്തോ പെട്ടെന്ന് അവരുടെ വെള്ളം വെച്ച് വലിയ ടാങ്ക് വെച്ചിരിക്കുകയാണ്. അതിനടുത്ത് 2-3 തെറ്റിപ്പൂവും 2 സാധനം. അപ്പോൾ ഞാൻ 1 മിനിറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് കുങ്കുമവും മഞ്ഞപ്പൊടിയും ഒക്കെ വെള്ളത്തിൽ കലർത്തിയിരിക്കുകയാണ്. ഇയാൾ രാവിലെ തലേദിവസം കൊണ്ട് ഫിക്സ് ചെയ്ത സാധനം, വെള്ളം അടുത്ത ദിവസം കോൺക്രീറ്റ് ആണ്, രാവിലെ 6 മണിക്ക് കോൺക്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യന്ത്രം വയ്ക്കാൻ വേണ്ടി പോയി ഞാൻ കണ്ട സംഭവം വെള്ളത്തിനകത്ത് സംഭവം കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം ഇയാളുടെ ബിൽഡിങ്ങിൽ കോൺക്രീറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതെങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല? നമ്മളെങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ല? വെള്ളത്തിന് പാല് തിരിച്ചെടുക്കുന്ന ഹംസങ്ങൾ നമ്മളുള്ളത്. അപ്പോൾ പിന്നെ മൊത്തം പ്രശ്നമായി. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടുത്തിയ അനുഭവങ്ങൾ ദൈവാധീനം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് മാജിക്. ഇത് ചെയ്യുന്നതാണ് ബ്ലാക്ക് മാജിക്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞ ഈ വടക്കൻ പറഞ്ഞാലേ അല്ലെങ്കിൽ വിദേശി പറഞ്ഞാലേ നമ്മളിതെല്ലാം അംഗീകരിക്കുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ വിദേശത്താണ് ഇത്തരം ബ്ലാക്ക് മാജിക് നടക്കുന്നതും സംഭവിക്കുന്നതും.
പലതും ഈ പ്രയത്നത്തിന് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിനെ പറ്റി പുറം രാജ്യങ്ങൾക്ക് ഒരു പേടിയുണ്ട്. പേടിയുണ്ടോ? പേടിയുണ്ട്. ഒരുപാട് സ്ഥലത്ത് പേടിച്ചാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹം ബ്ലാക്ക് മാജിക്കിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ തിരിച്ചാണ് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ കളരി പരമ്പരയുള്ള കേരളത്തിൻ്റെ നോർത്ത് കേരളയിൽ ഒരുപാട് കളരി പരമ്പരയുള്ള ക്ഷേത്രങ്ങളെല്ലാം ഭദ്രകാളി സ്വരൂപത്തിൽ അവരുടെ വീട്ടിൽ തെക്കേതുള്ള വീടുകളുണ്ട്. പിന്നെ മച്ചിൽ ദേവി എന്നാണ് ഭദ്രകാളിയെ പറയുന്നത്. അപ്പോൾ ഭദ്രൻ തരുന്ന ദേവിയാണ് ഭദ്രകാളി. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഈ കർക്കിടക മാസത്തിൽ ദേവി ആരാധന മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ് ഇത് തന്നെയാണ്. ദേവി ആരാധനയോടുകൂടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ഇത്തരം ബ്ലാക്ക് മാജിക്കിൽ നമ്മൾ ഒഴിവാകും തീർച്ചയായിട്ടും. ദൈവത്തിൻ്റെ ദേവി ചൈതന്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് മാജിക്കും വർക്കാകും. പക്ഷേ ആകില്ല എന്ന് വെച്ചാൽ ചെറുതായിട്ട് നമ്മുടെ തലയ്ക്ക് ഒന്ന് തലപ്പാവട പോകുമെന്ന് പറയില്ല, അതുപോലെ വന്ന കാര്യങ്ങൾ ചെറുതായിട്ട് അങ്ങ് എസ്കേപ്പായി പോകാൻ പറ്റും. ലക്ഷണങ്ങളുണ്ട്. ബ്ലാക്ക് മാജിക്ക് അനുഭവവേദ്യമാണെങ്കിൽ ലക്ഷണങ്ങളുണ്ട്. അതായത് ശത്രുദോഷം എന്ന് പറഞ്ഞ ഭാവിചാര പ്രയോഗങ്ങളുണ്ട്. അതിൽ ഒരുപാട് പേര് റിസർച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ നമുക്കറിയാമെന്ന് പറഞ്ഞ ഒരു ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഡോക്ടർ മുങ്ങണ്ട നിങ്ങൾക്ക് രക്തക്കുറവുണ്ടല്ലേ മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന പോലെ ഒരാൾ അഫക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അടുത്ത് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോയുടെ ഒരു കൺക്ലൂഷനിലേക്ക് വരാണ്. അപ്പം നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾക്ക് എന്താണ് ഒരു എൻഡിങ് നോട്ടായിട്ട് പറയാനുള്ളത്? നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ട് ദേവി ആരാധനയാണ് ഏറ്റവും അത്യുത്തമം. ഞാൻ വിഷ്ണുവിനെയോ ശിവനെയോ കുറച്ച് പറയുന്നതല്ല, പക്ഷേ വൈഷ്ണവ സമ്പ്രദായത്തിലും ശൈവ സമ്പ്രദായത്തിലും നമ്മൾ നേരിട്ട് മോക്ഷം കിട്ടാനായിട്ടുള്ള വഴിയിലിടണം പോകുന്നു. അതേ സമയത്ത് ദേവീ സമ്പ്രദായത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചതുരുപായങ്ങളെയും അർത്ഥം കാമം മോക്ഷം അവസാനം മോക്ഷം വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭൗതികമായ കാര്യങ്ങളിൽ സന്തോഷപ്പെട്ട് ആ ഒരു സൈക്കിളുണ്ട്. അതായത് നമുക്കൊരു കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, കുട്ടിക്ക് പഠിത്തമായി ജോലി കിട്ടണം, കല്യാണം കഴിയണം, പിന്നെ കുട്ടി ഉണ്ടാവണം. ഈ ഒരു സൈക്കിളിൽ ആ ഒരു ചക്രത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിലേക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ അനുഭവവേദ്യമാക്കുന്നത് ദേവിയെ കൊണ്ടേ സാധിക്കും. എന്ന് പറഞ്ഞാൽ ദേവീ മഹാത്മ്യത്തിലെ മാർക്കണ്ഡേയ പുരാണത്തിൽ അന്തർഗതമായ ദേവീ മഹാത്മ്യത്തിലെ 700 ശ്ലോകത്തിലും അതിൽ ഒരു ശ്ലോകം ഒഴിച്ച്, അതായത് 4-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം ബാധി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ശ്ലോകത്തിലും ടാ ര എന്ന് മന്ത്രം ചേർത്തിട്ടുണ്ട്. അത് തരണം ചെയ്യാനായിട്ട് നമ്മുടെ ഭൗതിക കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തരണം ചെയ്ത് എല്ലാം എനിക്ക് തരണം, ഈ കുട്ടി വേണം, എനിക്ക് ജോലി വേണം, അല്ലെങ്കിൽ എല്ലാം തരാനായിട്ട് പ്രാർത്ഥിക്കുന്നത് ദേവി ഉപാസനയാണ്. അപ്പോൾ എല്ലാവരും ദേവി ചൈതന്യത്തിനെ അമ്മയായിട്ടും ഭാര്യയായിട്ടും അല്ലെങ്കിൽ കാണുന്ന എല്ലാ സ്ത്രീകളിലും നമ്മൾ അമ്മയെ കണ്ട് ആ ആരാധനാഭാവത്തോട് കാണുമ്പോഴത്തേക്കും ഈ പല നെഗറ്റീവ് കാര്യങ്ങളും റോഡിൽ പോകുമ്പോൾ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു രീതി ചിന്തിക്കുന്നത് എല്ലാം ഒറ്റ വഴിക്ക് മാറ്റാൻ പറ്റും. എല്ലാവരും ദേവി ഉപാസകരായിട്ട് മാറാനും അതുവഴി ദേവി ചൈതന്യത്തിനെ ആരാധിക്കാനും അനുഗ്രഹങ്ങൾ നേടാനും എല്ലാവർക്കും അനുഗ്രഹമാവട്ടെ. മൂകാംബികായി.